ഇന്ന് ഉണ്ടാക്കുന്നേ ഒരു ഗുലാബി ചായയാണ്. അതിനുള്ള റോസാണെങ്കിൽ ഉമ്മാന്റെ അടുത്ത് കുറെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഗാർഡനിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചായ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയുള്ള ഒരു സംഭവമാണ് ഈ ചായയും റൈസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള കുറച്ച് എനിക്ക് കറേജും ധൈര്യവും ഒക്കെ കിട്ടിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ബിക്കോസ് ഇവിടെ ആണെങ്കിൽ ഉമ്മ ഇത്താത്താണ് ചായ ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കുക. അവർക്കാണ് ചായ കൂടുതൽ പ്രിഫറൻസ്. എനിക്കാണെങ്കിൽ ഞാൻ ഒരു ചായ പേഴ്സൺ അല്ല. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ചായ ലവറായിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞത് കോഴിക്കോട് ഭാഗത്തായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തൊക്കെ അവർക്ക് ചായ എന്ന് പറയുന്നത് ഒരു നിർബന്ധമായ ഒരു കാര്യമായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ ചായക്ക് കുറച്ച് അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ തരുന്നത്. അതുവരെ കോൺഫിഡൻ്റ് അല്ലാത്ത ഞാൻ അവർ അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടി ചായയൊക്കെ ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ. പിന്നെ എനിക്ക് എത്ര ആൾ വന്നാലും ആ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കാനൊക്കെ എപ്പോഴും അവരുടെ അടുത്ത് നിന്ന് എന്തിട്ടാക്കിയാലും ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടായത് കൊണ്ട് തന്നെ എനിക്കത് ചെയ്യാനുള്ള ഇഷ്ടം കൂടുതലായിരുന്നു. അങ്ങനെ ഈ ഒരു ചെറിയ ചായൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നിന്ന് ഞങ്ങളെ ഫാമിലിൻ്റെ അടുത്ത് നിന്ന് വീട്ടിൽ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് ലൈഫിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമല്ലേ. ആ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യം തന്നെ കുറച്ചൊരു 50% ഞങ്ങൾക്ക് കോൺഫിഡൻ്റിൽ തന്നെ നേരിടാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.